ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞാനൊരു സ്പെഷ്യൽ ബീട്രൂട്ട് തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ നല്ല ഹെൽത്തിയാണ്. അതുപോലെ വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ മടിയുള്ള കുഞ്ഞുങ്ങളിൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഒരു ടേസ്റ്റും അറിയാതെ ഈ തോരൻ കഴിക്കും കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഇവിടെ നമ്മുടെ ബീട്രൂട്ട് നമ്മൾ നന്നായിട്ട് ചോപ്പറിലിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ ഇനി അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത്, ഞാൻ ഇതിനകത്ത് 2 ബീട്രൂട്ടായിട്ടോ എടുത്തേക്കുന്നത്. അതിനകത്ത് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു സവോള ചോപ്പ് ചെയ്ത് അതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. സവോള, അതിന് കൂടെ ഞാനൊരു 2 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ഫ്ലേവറൊന്നും അതിനകത്ത് വരില്ല, എന്നാൽ നമുക്ക് ഗ്യാസോ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാതിരിക്കാനായിട്ടാണ്. ഒരു 2 അല്ലി വെളുത്തുള്ളിയും ഒരു ഇച്ചിരി ഇഞ്ചിയും കൂടെ ചോപ്പ് ചെയ്ത് അതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. അത് ഞാൻ ആ സവോളയുടെ കൂടെ ചോപ്പ് ചെയ്തേക്കുന്നുണ്ട്, അത് അധികം എടുത്തറിയുന്നില്ല. പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കേണ്ടതുകൊണ്ട് എരിയില്ലാത്ത 2 പച്ചമുളകാണ് ഞാൻ ഇതിനകത്ത് ചേർത്തേക്കുന്നത്. ഇപ്പോൾ തന്നെ എന്ത് കാണാൻ നല്ല ഭംഗിയല്ലേ, നല്ല ബീട്രൂട്ടിൻ്റെ ചുമന്ന നിറവും സവോളയുടെ വെള്ളയും ഒരു പച്ച കളറും എല്ലാം കൂടെ വന്നപ്പോഴത്തേക്ക് എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങയും കൂടെ ചേർക്കണം. ഞാൻ ഫ്രോസൺ തേങ്ങയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഒന്ന് ഇച്ചിരി ഡീഫ്രോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ തേങ്ങായി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സോ ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് ആവശ്യമായുള്ള, നമ്മളെല്ലാ തോരനും ചേർക്കുന്ന പോലെ മെയിനായിട്ട് ആവശ്യമായുള്ള കാര്യങ്ങൾ ഇത്രയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി, പാൻ ചൂടായപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവുകയാണ്. കടുക് വറുക്കാനായിട്ട് പോവാം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ റെസിപ്പി എൻ്റെ മമ്മി എനിക്ക് പറഞ്ഞു തന്ന കേട്ടോ. കാര്യം വീട്ടിലാരും പച്ചക്കറി കഴിക്കാൻ ഇച്ചിരി മടിയൊക്കെ ആയതുകൊണ്ട് ഈ വിധത്തിൽ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു അമല ടേസ്റ്റ് നമുക്ക് അത്രയും അറിയത്തില്ല. സോ അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. നമ്മളിതിനകത്തേട്ട് കടുക് പൊട്ടിക്കാൻ പോവാണ്. കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ കറിവേപ്പില ഇടാനായിട്ട് പോവുകയാണ്. ആ കറിവേപ്പില ഒന്ന് പൊട്ടിക്കഴിഞ്ഞ് ഒന്ന് ഇല വാടി വരുമ്പോൾ കുറച്ച് അരിഞ്ഞ സവോള അതിനകത്തോട്ട് നമ്മൾ ചേർത്തൊന്ന് വഴറ്റുന്നുണ്ട് കേട്ടോ. നമുക്ക് ഒരു മൂത്തൊരു കടുക് വറുത്തൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സമയം അതൊന്ന് മൂത്ത് വരുന്ന സമയത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ബീട്രൂട്ടിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു 1.5 ടീസ്പൂൺ നമ്മുടെ ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സായി കിട്ടുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു ജ്യൂസും ഫ്ലേവറും ഒക്കെ ആ തേങ്ങയിലും എല്ലാം ഉപ്പും എല്ലാം എല്ലായിടത്തും പിടിച്ച് നല്ല സെറ്റാകും. കടുക് വറുത്ത് കഴിഞ്ഞിട്ട് അത് നമ്മുടെ ആ മിക്സ് ഞാൻ പാനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി എല്ലായിടത്തും ഒന്ന് മിക്സ് ആക്കുന്നുണ്ട്. മിക്സാക്കിയെടുത്തത് നമ്മളൊന്ന് പൊത്തി വെച്ച് ഒന്ന് ആവിയിലാണ് ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് പോകുന്നത്. ഞാൻ കണ്ടോ, നമ്മുടെ ആ തവി വെച്ച് തന്നെ ഒന്ന് പൊത്തിയിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് ആവിയിൽ വേവിച്ചെടുക്കണം. അപ്പോൾ അതിനകത്തെ കുറച്ച് ബീട്രൂട്ടിലെ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ട് ആ ആവിക്കകത്തിരുന്നതങ്ങ് സെറ്റായിട്ട് കുക്കായിക്കോളും. അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് കുക്കായി കിട്ടുന്നൊരു സാധനം, അധികം ടൈമൊന്നും വേണ്ട. ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കാനായിട്ട് നല്ല ഹെൽത്തിയാണ്, റിച്ച് ഇൻ അയൺ അല്ലേ. നല്ല ബ്ലഡ് കുറവുള്ളവർക്കൊക്കെ നന്നായിട്ട് കഴിക്കാം, പ്രഗ്നൻറ്റ് വിമനൊക്കെ നന്നായിട്ട് കഴിക്കേണ്ട ഒരു വെജിറ്റബിളാണ് ബീട്രൂട്ട്. അപ്പം അതിഷ്ടമില്ലാത്തവർ ഈ വിധത്തിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിരിക്കും, ഹെൽത്തി ആയിരിക്കും. അപ്പോൾ ഇടയ്ക്ക് ഞാനൊന്ന് തുറന്ന് നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കുന്നുണ്ട്, അടിയിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടി. ഒന്നുകൂടെ ഇളക്കിയിട്ട് വീണ്ടും അടച്ച് വെച്ച് ആവിയിൽ പൊത്തി വെച്ച് നമ്മൾ വേവിച്ചെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ വീണ്ടും ആവിയിലൊക്കെ ഒന്ന് ഇരിക്കട്ടെ, ഇച്ചിരി നേരം കൂടി ഇരിക്കണം. ഇടയ്ക്ക് ഞാനൊന്ന് ഉപ്പ് നോക്കിയായിരുന്നു, വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് അത് തന്നെ വീണ്ടും അടച്ചു വെച്ചു. വീണ്ടും തുറന്നിട്ട് നമ്മളൊന്നുകൂടെ ഒന്ന് ഇളക്കാൻ പോവാണ്. ഇവിടെയാണ് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്, അതായത് ഒരു മുട്ട നമ്മളൊന്ന് നടുക്ക് കുഴിച്ചിട്ട് അവിടേക്ക് അത് മുട്ടയൊന്നിട്ടിട്ട് നന്നായിട്ടൊന്ന് ചിക്കി എടുക്കാൻ പോവാണ്. വേഗം ഇളക്കി കൊടുക്കല്, കാരണം അപ്പോഴത്തേക്ക് കുഴഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മുട്ടയും ആ തോരനെല്ലാം കൂടെ കുഴഞ്ഞൊരുമാതിരി ഇരിക്കും. അതുകൊണ്ട് അതിന് നടുക്ക് ഒരു ഇച്ചിരി സ്പേസ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ആ മുട്ടയൊന്ന് ആദ്യം ചിക്കി എടുക്കുകയാണെങ്കിൽ അത് നമുക്ക് ഈസി ആയിരിക്കും. അതുപോലെ തന്നെ തോരൻ ഒത്തിരി കുഴഞ്ഞു പോകാതെ നല്ല വിട്ട് തന്നെ കിട്ടാനും ചാൻസ് അല്ല, അങ്ങനെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ മുട്ടയൊന്ന് ചിക്കിയൊക്കെ ഒന്ന് എടുത്തു കഴിഞ്ഞ് ആ മുട്ട ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒന്നിച്ച് ബീട്രൂട്ട് തോരനും ഒന്നിച്ചിട്ട് മിക്സ് ചെയ്യാനായിട്ട് പറ്റും.
അപ്പോൾ ഒന്നൊന്നേ പിടിക്കാതെ നല്ലോണം കിട്ടും. അതുമല്ല ഈ മുട്ടയുമായിട്ട് ഇതിൻ്റെ ടേസ്റ്റ് മിക്സ് ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ബീട്രൂട്ടിനുണ്ട് ഒരു പച്ച ചുവ അല്ലെങ്കിൽ ഒരു അമല് ചുവ എന്നൊക്കെ പറയും. ആ ചുവ നമുക്ക് കിട്ടത്തില്ല. ബീട്രൂട്ട് തോരൻ ഇഷ്ടമില്ലാത്തവരും ഇത് കഴിച്ചു പോകും. അത്രയ്ക്ക് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ് കേട്ടോ. അപ്പോൾ ഇതാ മിക്സ് ചെയ്ത് നമ്മൾ ഇളക്കി കണ്ടോ, കുഴഞ്ഞിട്ടൊന്നുമില്ല, ഒന്നൊന്നേ തൊടാതെ നല്ല പെർഫെക്റ്റ് ബീട്രൂട്ട് തോരൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി അധികം നേരം ഒന്നും വെക്കേണ്ട, നമുക്കിപ്പോൾ തന്നെ ഓഫ് ചെയ്തേക്കാം. സോ ഇതാണ് എൻ്റെ സീക്രട്ട് റെസിപ്പിയിലുള്ള ബീട്രൂട്ട് തോരൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ ഹെൽത്തിയാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ ടിഫിൻ കൊടുത്തു വിടാം. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ബൈ.